നമസ്കാരം. രാജ്യത്തിന് 3 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. വീഡിയോ കോൺഫറൻസിലൂടെയാകും ഫ്ളാഗ് ഓഫ്. ഉത്തർപ്രദേശ്, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ ഗതാഗതത്തെ സുഗമമാക്കുന്നതിൽ പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ നിർണായകമായ പങ്ക് വഹിക്കും. ചെന്നൈ സെൻട്രൽ, നാഗർകോവിൽ, മധുര, ബംഗളൂരു കന്റോൺമെന്റ്, മീററ്റ് സിറ്റി, ലക്നൗ എന്നിവിടങ്ങളിലേക്കാണ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസ് നടത്തുക. നാഗർകോവിലേക്കുള്ള ട്രെയിൻ ചെന്നൈ സെൻട്രൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യുമെങ്കിലും ചെന്നൈ എഗ്മോറിൽ നിന്നാകും സർവീസ് നടത്തുക. ബുധനാഴ്ച ഒഴികെ എല്ലാ ദിവസവും സർവീസ് ഉണ്ടാകും. ചെന്നൈ എഗ്മോറിൽ നിന്ന് രാവിലെ 5 മണിക്ക് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 നാഗർകോവിലിൽ എത്തും. താമ്പരം, വില്ലുപുരം, തിരുച്ചിറപ്പള്ളി, ദിണ്ടുഗൽ, മധുരൈ, കോവിൽപ്പട്ടി, തിരുനെൽവേലി എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുണ്ട്. മടക്കയാത്രയിൽ നാഗർകോവിൽ നിന്ന് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11 ചെന്നൈയിൽ എത്തും. മീനാക്ഷിയമ്മൻ ക്ഷേത്രം, മധുര, കുമാരിയമ്മൻ ക്ഷേത്രം, കന്യാകുമാരി എന്നിവിടങ്ങളിലേക്ക് എത്തുന്ന തീർത്ഥാടകർക്കും സഞ്ചാരികൾക്കും ഇത് പ്രയോജനപ്രദമാകും. മധുര, ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിൻ ചൊവ്വാഴ്ച ഒഴികെ മറ്റെല്ലാ ദിവസവും സർവീസ് നടത്തും. രാവിലെ 5:15 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് ബംഗളൂരുവിൽ എത്തും. ദിണ്ടുഗൽ, തിരുച്ചിറപ്പള്ളി, കരൂർ, നാമക്കൽ, സേലം, കൃഷ്ണരാജപുരം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും. തിരിച്ച് ബംഗളൂരുവിൽ നിന്നും 1:30 പുറപ്പെട്ട് രാത്രി 9:45 മധുരയിൽ എത്തിച്ചേരും. മീററ്റ് സിറ്റി, ലക്നൗ വന്ദേ ഭാരത് ചൊവ്വാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ സർവീസ് നടത്തും. മീററ്റ് സിറ്റിയിൽ നിന്ന് രാവിലെ 6:35 പുറപ്പെട്ട് ലക്നൌവിലെ ചാർബാഗ് റെയിൽവേ സ്റ്റേഷനിൽ ഉച്ചയ്ക്ക് 1:45 എത്തിച്ചേരും. മൊറാദാബാദിലും ബറേലിയിലും സ്റ്റോപ്പുകൾ ഉണ്ടാകും. മടക്കയാത്ര ചാർബാഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉച്ചയ്ക്ക് 2:45 രാത്രി 10 മീററ്റ് സിറ്റിയിൽ എത്തിച്ചേരും. ദിഗംബർ ജൈന ക്ഷേത്രം, മാനസദേവി മന്ദിർ, സൂരജ് കുണ്ട് ക്ഷേത്രം, ഔഖർനാഥ് ക്ഷേത്രം തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് അതിവേഗത്തിൽ എത്തിച്ചേരാൻ ഈ സർവീസ് സഹായിക്കും. രാജ്യത്തെ ആത്മീയ ടൂറിസത്തിന് ഉത്തേജനം നൽകുന്നതാണ് പുതിയ വന്ദേ ഭാരത് സർവീസുകൾ.